ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടിലിരിക്കുന്ന ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അവർക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ. അവരുടെ ഏറ്റവും കൂടുതലുള്ള ഒരു ആഗ്രഹം, അവർക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ കഴിയാത്തതിന് ധാരാളം റീസൺസ് ഉണ്ടാവാം. ചിലപ്പോൾ കൊച്ചിനെ നോക്കാനുണ്ടായിരിക്കാം, വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കാം, പല റീസൺസും ഉണ്ടായിരിക്കാം. അല്ലാതെ അവർക്ക് ആഗ്രഹം ഇല്ലാണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, നേടണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത് തൻ്റെ ഹസ്ബൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അത് ലഭിക്കണം അല്ലേ? അത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി തോന്നണം. ചില റിലേഷൻഷിപ്പിലൊക്കെ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവാം. എങ്കിലും ഭൂരിപക്ഷം ആളുകൾക്കും അവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോദിക്കാൻ പലർക്കും മടിയായിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാലും അവർ വാങ്ങിച്ചു കൊടുക്കില്ല. അങ്ങനത്തെ കേസുകളും ഉണ്ട്. അതൊന്നുകിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. ഇനി അതുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല, ക്യാഷ് കയ്യിലുണ്ടായിട്ടും വാങ്ങിച്ചു കൊടുക്കാത്ത ടൈപ്പ് ഓഫ് ആളുകളും ഉണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അത് പ്രോപ്പറായിട്ട് വാങ്ങിച്ചു തരാനുള്ള ഒരു മനസ്സുണ്ടാവാനും നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യാനും, എസ്പെഷ്യലി ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്ത് അത് വാങ്ങിച്ചു തരാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞു തന്നാലോ? എങ്ങനെ ഇരിക്കും? ഇത് എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രെയറാണ്. ഈ പ്രെയർ ഒരു 5 മിനിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ഇങ്ങനെ പറയുക. എന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. ആ പ്രെയർ ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് ആവശ്യമുള്ള സമയത്ത് വാങ്ങിത്തരുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവതിയും നന്ദിയുള്ളവളുമാണ് എന്നുള്ളതാണ് ആ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രെയർ എന്ന് അതിന് പറയാം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് 5 മിനിറ്റ്സ് പറയുക, എന്നിട്ട് കിടന്നുറങ്ങുക. ഇത് രാത്രിയിൽ ചെയ്യേണ്ട ടെക്നിക്കാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പ്ലസ് അഡീഷണലായിട്ട് മോർണിംഗിൽ രാവിലെ എണീറ്റ ഉടനെ ഉറക്കത്തുനിന്ന് എണീറ്റു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് മനസ്സിൽ സങ്കല്പിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡ് വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് തരുന്നു, അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് പല കളിപ്പാട്ടങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് അത് ഫീൽ ചെയ്യുക, മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. മാക്സിമം അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന പോലെ ഫീൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു 3 to 5 മിനിറ്റ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് ഓരോ ദിവസവും തുടങ്ങുക. അങ്ങനെ ഒരു 21 ദിവസത്തെ പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു മാസത്തോളം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. രാത്രി ഈ ഒരു പ്രാർത്ഥനയും മോർണിംഗിൽ ഈ ഒരു വിഷ്വലൈസേഷനും. ഇതൊരു മാസം ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇത് ചെയ്യുന്ന സമയത്ത് അവരറിയണ്ട, നിങ്ങൾ മനസ്സിൽ ചെയ്താൽ മതി. ഉറക്കത്തുനിന്ന് ഉണരുമ്പോൾ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാം, കണ്ണടച്ചിട്ട്. അതേപോലെ തന്നെ രാത്രിയിലും മനസ്സിൽ പറഞ്ഞു കിടന്നാൽ മതി, തൊട്ടടുത്തിരിക്കുന്ന ആൾ കേൾക്കണ്ട. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഡൺ. ഇത് എല്ലാ ദിവസവും ആരും അറിയാതെ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നിരിക്കും. അത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പവർഫുള്ളാണ്. കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, പാർട്ട്ണർ നിങ്ങളെ വേണ്ട രീതിയിൽ സ്നേഹിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തരാം. എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.